റോട്ടറി കംപ്രസേഴ്സ്. നമ്മളിനി റോട്ടറി കംപ്രസർ എന്താണ് എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. അടുത്ത ടൈപ്പ് ഓഫ് കംപ്രസറാണ്. ഓക്കെ, ദ റോട്ടറി കംപ്രസേഴ്സ് ആർ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് കംപ്രസേഴ്സ്. ഇനി റോട്ടറി കംപ്രസറിൽ എങ്ങനെയാണ് കംപ്രഷൻ നടക്കുന്നത്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് നോക്കാം. റോട്ടറി കംപ്രസർ രണ്ട് ടൈപ്പ് ഉണ്ട്. സിംഗിൾ സ്റ്റേഷനറി ബ്ലേഡ് ടൈപ്പ് റോട്ടറി കംപ്രസർ ഉണ്ട്. അതായത് ഒരു സിംഗിൾ ബ്ലേഡ് ആയിരിക്കും യൂസ് ചെയ്യുക, അത് സ്റ്റേഷനറി ആയിരിക്കും. ആ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ വൺ റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടൈപ്പ് റോട്ടറി കംപ്രസർ. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ബ്ലേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കംപ്രഷൻ നടത്തുന്ന ഒരു രീതിയാണ്. ഫസ്റ്റ് വൺ സിംഗിൾ സ്റ്റേഷനറി ബ്ലേഡ് ടൈപ്പ് റോട്ടറി കംപ്രസർ. നമുക്ക് അതിൻ്റെ ഡയഗ്രം നോക്കാം. ഈ കാണുന്ന രീതിയിലൊരു കേസിംഗ് ഉണ്ട്, അതിലൊരു സക്ഷൻ പോർട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഡിസ്ചാർജ് പോർട്ടുണ്ട്, ഒരു റോളറുണ്ട്. ആ റോളറ് ഈ കാണുന്ന ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഷാഫ്റ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റോളർ ആനിമേഷനിൽ കാണുന്ന പോലെ എസെൻട്രിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി റോളറിലേക്ക് എപ്പോഴും ഒരു ബ്ലേഡ് കോണ്ടാക്ട് ചെയ്തിരിപ്പുണ്ട്. ഈ ബ്ലേഡ് ഒരു സ്പ്രിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്പ്രിങ് ഫോഴ്സ് ചെയ്ത ആ ബ്ലേഡിനെ ഫുൾ ടൈം റോളറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് റോളറിൻ്റെ മൂവ്മെൻറ്റ്. റോളർ എസെൻട്രിക് ആയിട്ട് കറങ്ങുമ്പോൾ സ്പ്രിങ് ഫുൾ ടൈം ആ റോളറിലേക്ക് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു റോളറുണ്ട്, ആ റോളർ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ അതിനുശേഷം റോളർ എസെൻട്രിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കംപ്രഷൻ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതും ആനിമേഷനാണ്. ആ റോളറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ആ സമയത്ത് എയറിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, എയർ ഈ രീതിയിൽ സക്ക് ചെയ്യുന്നു, അതിനുശേഷം അതിനെ ഡിസ്ചാർജ് പോർട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇവിടെയും എയറിനെ എൻട്രി ചെയ്യുന്നു, അതിനുശേഷം അതിനെ കംപ്രസ് ചെയ്ത് ഡിസ്ചാർജ് ലൈനിലേക്ക് വിടുന്നു. ഓക്കെ, ഇനി ഈ റോളറുമായിട്ട് എപ്പോഴും ബ്ലേഡ് കോണ്ടാക്ട് നിർത്തുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പ്രിങ്. ദ ബ്ലേഡ് മൂവ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സ്ലോട്ട് ടു ഫോളോ ദ റോട്ടർ വെൻ ഇറ്റ് റൊട്ടേറ്റ്സ്. അപ്പോൾ റോട്ടർ എസെൻട്രിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റോട്ടറിൽ ഫുള്ള് കോണ്ടാക്ട് ചെയ്ത് ബ്ലേഡ് ഉണ്ടാകും. സിൻസ് ദ ബ്ലേഡ് സെപ്പറേറ്റ്സ് സക്ഷൻ ആൻഡ് ഡിസ്ചാർജ് പോർട്ട്. നമ്മൾ നേരത്തെ കണ്ട ആനിമേഷനിൽ ഒരു സൈഡിൽ നിന്ന് എയർ സക്ക് ചെയ്തു സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഡിസ്ചാർജിലേക്ക് തള്ളിവിടുന്നു. അപ്പോൾ ഈ സക്ഷൻ ലൈനും ഡിസ്ചാർജ് ലൈനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്ലേഡ് ആയിരിക്കും. വെൻ ദ ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് ദ റോളർ ഓൾസോ റൊട്ടേറ്റ്സ് സോ ദാറ്റ് ഇറ്റ് ഓൾവേസ് ടച്ചസ് ദ സിലിണ്ടർ വാൾ. അതോടൊപ്പം തന്നെ റോളർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും സിലിണ്ടറിൻ്റെ വാളിൽ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. നമുക്കതിൻ്റെ വർക്കിംഗ് നോക്കാം. ഈ കാണുന്ന രീതിയിൽ റോളർ അത് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. റോളർ ഒരു ബ്ലേഡ് റോളറിൽ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആദ്യം ഈ കാണുന്ന ഡയഗ്രാം പോലെ തന്നെ സക്ഷൻ ഓപ്പണായി വേപ്പർ റെഫ്രിജറൻ്റ് ഈ കേസിനകം മുഴുവൻ ഫില്ലായിരിക്കുന്നു. ഇനി ബി എന്ന ഡയഗ്രാം നോക്കുകയാണെങ്കിൽ പതുക്കെ റോളർ എസെൻട്രിക് ആയിട്ട് മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്ന സമയത്ത് പതുക്കെ കംപ്രഷൻ ആരംഭിക്കുന്നു. ആ കംപ്രഷൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഈ സക്ഷൻ ലൈൻ ഓപ്പൺ ആകുന്നതുകൊണ്ട് വേപ്പർ റെഫ്രിജറൻ്റ് എൻട്രി ചെയ്യുന്നുണ്ട് കേസിങ്ങിലേക്ക്. ദെൻ ഗ്രാജുവലി ആ വേപ്പർ റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്ത് ഡിസ്ചാർജ് ലൈനിലേക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സക്ഷൻ ലൈനിൽ നിന്ന് വേപ്പർ എൻട്രി ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സക്ഷൻ ലൈനും ഡിസ്ചാർജ് ലൈനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്, അത് തമ്മിലൊരു ബന്ധവുമില്ല, അത് സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിൽ വേപ്പർ റെഫ്രിജറൻറ്റിനെ നമ്മൾ കംപ്രസ് ചെയ്ത് ഡിസ്ചാർജ് ലൈനിലേക്ക് വിടുന്നതാണ് ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ സക്ഷൻ ലൈനിൽ കൂടെ വേപ്പർ റെഫ്രിജറൻറ്റ് എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ എ ടു ഡി നമ്മൾ കണ്ട ഈ എ ടു ഡി എന്ന ഫിഗറാണ് ഈ ഒരു റോളറിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണിക്കുന്നത്. ഫിഗർ എ ഷോസ് ദ കംപ്ലീഷൻ ഓഫ് ഇൻടേക്ക് സ്ട്രോക്ക്. അപ്പോൾ ഫിഗർ എയിൽ ആ ഇൻടേക്ക് സ്ട്രോക്ക്, അതായത് മാക്സിമം എമൗണ്ട് വേപ്പർ റെഫ്രിജറൻറ്റ് കംപ്രസ് ചെയ്യേണ്ടത് സിലിണ്ടറിനകത്ത് ഫില്ലായി. ദെൻ ബിഗിനിങ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക്. അതോടൊപ്പം തന്നെ പതുക്കെ കംപ്രഷൻ സ്ട്രോക്ക് ആരംഭിക്കുകയാണ്, അതായത് റോളർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. വെൻ ദ റോളർ റൊട്ടേറ്റ്സ് ദ വേപ്പർ റെഫ്രിജറൻറ്റ് എഹെഡ് ഓഫ് ദ റോളർ ഈസ് ബീങ് കംപ്രസ്ഡ് ആൻഡ് ദ ന്യൂ ഇൻടേക്ക് ഫ്രം ദ ഇവാപ്പറേറ്റർ ഈസ് ഡ്രോൺ ഇൻ ടു ദ സിലിണ്ടർ. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഫിഗർ ബി നോക്കുകയാണെങ്കിൽ റോളർ എസെൻട്രിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വേപ്പർ റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സക്ഷൻ ലൈനിൽ കൂടെ വേപ്പർ റെഫ്രിജറൻറ്റ് എൻട്രി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ ഡിസ്ചാർജ് പോർട്ടിലെ ഡിസ്ചാർജ് വാൽവ് എപ്പോഴേ ഓപ്പൺ ആകത്തുള്ളൂ,
ഈ പ്രഷർ അതായത് ഈ കേസിങ്ങിൽ ബിൽഡപ്പ് ആകുന്ന പ്രഷർ ഡിസ്ചാർജ് വാൽവിനെ ഓപ്പൺ ആക്കാൻ സാധിക്കുന്ന ഒരു കണ്ടീഷൻ വരണം. അപ്പോൾ ആ രീതിയിൽ പ്രഷർ ബിൽഡപ്പ് ആകുമ്പോഴേ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആകും. Then as the roller turns towards mid position as shown in the figure C, more vapor refrigerant is drawn into the cylinder while the compressed refrigerant is discharged the condenser. അപ്പോൾ ഈ രീതിയിൽ എന്ത് സംഭവിക്കുന്നു? എഗെയിൻ റോളർ ഈ ഒരു പൊസിഷനിൽ എത്തുന്നു. അതായത് ഫിഗർ സിയിൽ കാണുന്ന പോലെ ഈ ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് കൂടുതൽ വേപ്പർ റെഫ്രിജറൻ്റ് സെക്ഷൻ ലൈനിൽ കൂടെ കയറുന്നു. അതോടൊപ്പം തന്നെ കംപ്രസ് ചെയ്ത വേപ്പർ റെഫ്രിജറൻ്റ് ഡിസ്ചാർജ് ലൈനിൽ കൂടെ കണ്ടൻസറിലേക്ക് ഫ്ലോ ചെയ്യുന്നുമുണ്ട്. ഇനി സി എന്ന ഡയഗ്രം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് കൂടുതൽ എമൗണ്ട് വേപ്പർ റെഫ്രിജറൻ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി കുറച്ച് പോർഷൻസേ ഡിസ്ചാർജ് ലൈനിലേക്ക് പോകാനുമുള്ളൂ. At the end of compression stroke, as shown in figure D, most of the compressed vapor refrigerant is passed through the discharge port to the condenser. A new charge of refrigerant is drawn into the cylinder. This in turn is compressed and discharged. അപ്പോൾ ഇതോടൊപ്പം തന്നെ സക്ഷൻ ലൈനിൽ കൂടെ വേപ്പർ റെഫ്രിജറൻ്റ് കയറുന്നുണ്ട്. ദെൻ എഗെയിൻ റോളർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ എഗെയിൻ കംപ്രസ് ചെയ്യുന്നു. ഈ രീതിയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി അടുത്തതാണ് റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടൈപ്പ് റോട്ടറി കംപ്രസർ. അവിടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന രീതിയിൽ ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിൽ ഒരുപാട് സ്ലോട്ട്സ് ഉണ്ട്. ആ സ്ലോട്ടിൽ ഇതുപോലെ ബ്ലേഡുകൾ ഇടുന്നു. അപ്പോൾ ഈ ഡിസ്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ മൂലം ഈ ബ്ലേഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നർ കേസിങ്ങിൽ കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇവിടുന്ന് വേപ്പർ റെഫ്രിജറൻ്റ് എടുക്കുന്നു. ആ വേപ്പർ റെഫ്രിജറൻ്റ് കംപ്രസ് ചെയ്ത് ഡിസ്ചാർജ് സെക്ഷനിലേക്ക് വിടുന്നു. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡിസ്ക് സ്ലോട്ടഡ് ഡിസ്ക് എന്ന് പറയുന്നത് ആ കേസിങ്ങിൻ്റെ സെൻറ്ററിലായിരിക്കില്ല, കുറച്ച് എസെൻട്രിക് ആയിട്ടായിരിക്കും ലൊക്കേറ്റ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ കംപ്രസ് ചെയ്ത് സെക്ഷനിൽ നിന്ന് വരുന്ന വേപ്പർ റെഫ്രിജറൻ്റിനെ കംപ്രസ് ചെയ്ത് ഡിസ്ചാർജ് ലൈനിലേക്ക് വിടുന്നു. This consists of a cylinder and a slotted rotor containing a number of blades. The center of the rotor is eccentric with the center of the cylinder. Then the blades are forced against the cylinder walls by the centrifugal action. അപ്പോൾ ഈ കാണുന്ന നമ്മൾ കണ്ട സ്ലോട്ടഡ് ഡിസ്ക് അല്ലെങ്കിൽ റോട്ടർ അത് കുറച്ച് എസെൻട്രിക് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സംഭവിക്കും? ഈ സ്ലോട്ടുകളിൽ വെയിൻസ് ഉണ്ട്. ആ വെയിൻസിന് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ മൂലം മൂവ് ചെയ്യാൻ സാധിക്കും. ആ സ്ലോട്ടിൽ കിടന്ന് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ റോട്ടർ ഡിസ്ക് കറങ്ങുന്ന സമയത്ത് വെയിന് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ മൂലം പുറത്തേക്ക് ഒരു റേഡിയലി മൂവ് ചെയ്ത് അത് എപ്പോഴും ഈ കേസിങ്ങുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്നു. ഈ കാണുന്ന പോലെ കണ്ടോ, കേസിങ്ങുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേസിങ്ങിൻ്റെ ഒരു പോർഷനിൽ ഇൻലെറ്റ് സെക്ഷൻ ഉണ്ടാകും, ഒരു പോർഷനിൽ ഡിസ്ചാർജ് സെക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഇൻലെറ്റ് സെക്ഷനിൽ കൂടെ എയർ കയറുന്നു. അപ്പോൾ ബ്ലേഡുകൾ കടയിൽ ട്രാപ്ഡായി നിൽക്കുന്നു. ദെൻ അതിനെ ഈ കേസിങ്ങിലൂടെ കൊണ്ടുപോയി കംപ്രസ് ചെയ്ത് ഒരു സെക്ഷനിൽ കൂടെ ഡിസ്ചാർജ് പോർട്ടിലേക്ക് വിടുന്നു. അപ്പോൾ ഈ ബ്ലേഡുകൾ കടയിൽ ട്രാപ്ഡ് ആവുന്ന എയർ അത് കംപ്രസ്ഡായി ഔട്ട്ലെറ്റിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രം എടുക്കുകയാണെങ്കിൽ ഇൻലെറ്റിൽ കൂടെ കയറി ഈ ബ്ലേഡുകൾക്കിടയിൽ ട്രാപ്ഡായി നിൽക്കുന്നു. അത് ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി ഏരിയ കുറഞ്ഞ പോർഷനിലേക്ക് പോയി കംപ്രസ്ഡായി ഔട്ട്ലെറ്റ് സെക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇനി ഈ ബ്ലേഡുകൾക്ക് ഈ സ്ലോട്ടിൽ കടന്ന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ ഡിസ്ക് കടന്ന് കറങ്ങുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലം ബ്ലേഡ് റേഡിയലി മൂവ് ചെയ്ത് എപ്പോഴും ഈ ഒരു കേസിങ്ങുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു. കേസിങ്ങിൽ പെർഫെക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇരിക്കുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ഡയഗ്രാം. ഇതാണ് ഡിസ്ക്. ആ ഡിസ്കിലുള്ള സ്ലോട്ടാണ് ഈ കാണിക്കുന്നത്. ദെൻ ആ സ്ലോട്ടിൽ ഈ കാണുന്ന രീതിയിൽ ബ്ലേഡുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഡിസ്ക് സ്ലോട്ടഡ് ഡിസ്ക് അല്ലെങ്കിൽ റോട്ടർ എന്ന് പറയുന്നത് എസെൻട്രിക് ആയിട്ടാണ് ഇരിക്കുന്നത്. കേസിങ്ങിൻ്റെ സെൻറ്ററുമായിട്ട് നോക്കുകയാണെങ്കിൽ എസെൻട്രിക് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ റോട്ടർ കടന്ന് കറങ്ങുന്ന സമയത്ത് ബ്ലേഡ് റേഡിയലി കുറച്ചേറെ മൂവ് ചെയ്യേണ്ടത്
എവിടെയാണോ സ്പേസ് കൂടുതലുള്ള പോർഷൻ അവിടെ റേഡിയലി കുറച്ച് എയർ മൂവ് ചെയ്യണം. സ്പേസ് കുറവുള്ള പോർഷനിൽ ആ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. The low pressure and temperature vapor refrigerant from the evaporator is drawn through the suction port. As the rotor turns, the suction vapor refrigerant entrapped between the two adjacent blades is compressed. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സക്ഷൻ ലൈനിലേക്ക് രണ്ട് ബ്ലേഡുകൾക്കിടയിലുള്ള സക്ഷൻ പോർഷൻ വരുമ്പോഴത്തേക്കും എയർ ആ ബ്ലേഡുകൾക്കിടയിലേക്ക് വരുന്നു. എയർ അല്ല, വേപ്പർ റെഫ്രിജറൻ്റ് ആ ബ്ലേഡുകൾക്കിടയിലേക്ക് വരുന്നു. അതിനുശേഷം ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി ഈ വേപ്പർ റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്ത് ഡിസ്ചാർജ് ലൈനിലേക്ക് വിടുന്നു. ആസ് ദ റോട്ടർ ടേൺസ്, ദ സക്ഷൻ വേപ്പർ റെഫ്രിജറൻറ്റ് എൻട്രാപ്ഡ് ബിറ്റ്വീൻ ദ ടു അഡ്ജസൻറ്റ് ബ്ലേഡ്സ് ഈസ് കംപ്രസ്ഡ്. ദ കംപ്രസ്ഡ് റെഫ്രിജറൻറ്റ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് ഡിസ്ചാർജ് ടു ദ ഡിസ്ചാർജ് പോർട്ട്. അപ്പോൾ ഈ കംപ്രസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് വേപ്പർ ഡിസ്ചാർജ് പോർട്ടിൽ കൂടെ പോകുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്താണെന്നോ അതിൻ്റെ വർക്കിംഗ് നോക്കാം. താങ്ക് യു.